2024 ജനുവരി മാസം നടന്ന +2 മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ പരീക്ഷയിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലാബ് 29 മാക്സിമ ആൻഡ് മിനിമ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഗിവൺ ബിലോ. കൺസിഡർ ഓൺലി വൺ ഹാവിൻ ടിക്ക് മാർക്ക്. ഇവിടെ 3 ഫംഗ്ഷൻസിൻ്റെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ടിക്ക് മാർക്കുള്ള ഒരെണ്ണം മാത്രം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 8x³ മൈനസ് 12x² പ്ലസ് 7. ഈ ഒന്നാമത്തെ ഓപ്ഷനിൽ നൽകിയിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാം. അതിനായിട്ട് ജിയോജിബ്ര വിൻഡോയുടെ ഇൻപുട്ട് ബാറിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 8x³ മൈനസ് 12x² പ്ലസ് 7 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇതിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്യണമെന്നില്ല. ഈ 8x³ തൊട്ടുള്ള പോർഷൻ ടൈപ്പ് ചെയ്താൽ മതിയാവും. കമ്പ്യൂട്ടർ തന്നെ ഡിഫോൾട്ടായിട്ട് എഫ് ഓഫ് എക്സ് എന്നതിന് പേര് കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് 8x³ എന്ന് തുടങ്ങാം. താഴെ ഇൻപുട്ട് ബാറിൽ 8x³ എക്സ് ക്യാപ്പ് 3 8x³ മൈനസ് 12x² പ്ലസ് 7. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. നോക്കുക, ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇവിടെ ഓൾജിബ്രയിൽ അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് തന്നെ പേരും വന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റിൻ്റെ ബാക്കി നോക്കുക. നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞു. ഒബ്സർവ് ദി ഗ്രാഫ് ആൻഡ് ഫൈൻഡ് പോയിൻറ്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് ഓർ മിനിമ. ഓൾസോ ഫൈൻഡ് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം വാല്യൂസ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുക. ഈ ഗ്രാഫ് നോക്കുക. അത് 2 ടേണിങ് നടക്കുന്നുണ്ട്. ഇവിടെ 2 തവണ ഈ ഗ്രാഫ് തിരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഒരു ഉയർന്ന പോയിൻ്റാണിത്. ഈ ലൊക്കാലിറ്റിയിലെ ഒരു ഉയർന്ന പോയിൻ്റാണിത്. അതുകൊണ്ട് ഇവിടെ ഒരു ലോക്കൽ മാക്സിമം ഉണ്ടാവും. ലോക്കൽ മാക്സിമം. ഇനി ലോക്കൽ മാക്സിമം ഏത് പോയിന്റിലാണെന്ന് ചോദിച്ചാൽ ആ ലോക്കൽ മാക്സിമത്തിന് നേരെയുള്ള എക്സൈസിലെ വാല്യൂ ആണ് പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ആസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ പറയുന്നത്. എഫ് ഓഫ് എക്സ് ആസ് എ ലോക്കൽ മാക്സിമം അറ്റ് ഈ പോയിന്റിന് നേരെയുള്ള എക്സൈസിലെ വാല്യൂ 0 അറ്റ് എക്സ് ഈക്വൽ ടു 0. ഇനി അതുപോലെ നോക്കുക. ഈ ഭാഗത്ത് നോക്കുക. ഈ ഭാഗത്തെ ഏറ്റവും താഴ്ന്ന ഒരു പോയിൻ്റാണിത്. അതുകൊണ്ട് ഈ ഭാഗത്തൊരു ലോക്കൽ മിനിമം ഉണ്ട്. ഈ ലൊക്കാലിറ്റിയിലെ ഒരു മിനിമം വാല്യൂ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ ലോക്കൽ മിനിമം ഉള്ള എക്സൈസിലെ ഏത് വാല്യൂയിലാണ്? ഇതിന് നേരെയുള്ള എക്സൈസിലെ വാല്യൂ നോക്കുക 1. അപ്പോൾ എഫ് ഓഫ് എക്സ് ആസ് എ ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയും. അപ്പോൾ എഫ് ഓഫ് എക്സ് ആസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എ ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 1. ഇനി ലോക്കൽ മാക്സിമം വാല്യൂ കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിന് നേരെയുള്ള വൈ വാല്യൂ ആണ്. ഇത് വൈ ആക്സിലെ പോയിന്റ് തന്നെയാണ്. അതുകൊണ്ട് വൈ വാല്യൂ 7 ആണ്. ലോക്കൽ മിനിമം വാല്യൂവോ, ഇതാണ് ഏറ്റവും താഴ്ന്ന പോയിന്റ്. ആ പോയിന്റിന് നേരെയുള്ള വൈ ആക്സിലെ വാല്യൂ 3. അപ്പോൾ ലോക്കൽ മിനിമം വാല്യൂ 3. അപ്പോൾ ഇവിടെ ആൻസേഴ്സ് ഇത്രയുമാണ് വേണ്ടത്. എഫ് ഓഫ് എക്സ് ഹാസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എ ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 1. ലോക്കൽ മാക്സിമം വാല്യൂ ഈസ് 7 ആൻഡ് ലോക്കൽ മിനിമം വാല്യൂ ഈസ് 3. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാം. എഫ് ഓഫ് എക്സ് ഹാസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എ ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 1. ലോക്കൽ മാക്സിമം വാല്യൂ ഈസ് 7 ആൻഡ് ലോക്കൽ മിനിമം വാല്യൂ ഈസ് 3. അപ്പോൾ ഇത്രയും ആൻസർ എഴുതിയാൽ മതിയാവും. നോക്കുക, ലോക്കൽ മാക്സിമം നോക്കുന്നത് ഈ പോയിന്റിന് നേരെയുള്ള എക്സൈസിലെ വാല്യൂ ആണ്. ലോക്കൽ മാക്സിമം ഏത് പോയിന്റിലാണെന്ന് പറയുന്നത്. അതുപോലെ ഈ പോയിന്റിന് നേരെയുള്ള എക്സൈസിലെ വാല്യൂ ആണ് ലോക്കൽ മിനിമം ഏത് പോയിന്റിലാണെന്ന് നൽകുന്നത്. ഇനി ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിന് നേരെയുള്ള വൈ ആക്സിലെ വാല്യൂ. ഇത് വൈ ആക്സിൽ തന്നെ ആയതുകൊണ്ട് വൈ ആക്സിലെ 7. ഇവിടെ ലോക്കൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഈ ഏറ്റവും താഴ്ന്ന പോയിന്റിന് നേരെയുള്ള വൈ ആക്സിലെ വാല്യൂ, അതായത് 3. ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ഇത്ര എഴുതുക. എഫ് ഓഫ് എക്സ് ആസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എ ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 1. ലോക്കൽ മാക്സിമം വാല്യൂ ഈസ് 7 ആൻഡ് ലോക്കൽ മിനിമം വാല്യൂ ഈസ് 3. നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ നൽകിയിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x³ മൈനസ് 6x² പ്ലസ് 3 എന്നാണ്. നമുക്ക് നിലവിലുള്ള ഫംഗ്ഷൻ മാറ്റി ഈ ഫംഗ്ഷൻ ഒന്ന് ടൈപ്പ് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ മതി. ഡിലീറ്റ് ചെയ്യാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ ടൈപ്പ് ചെയ്യാൻ 2x³ മൈനസ് 6x² പ്ലസ് 3. ദെൻ ഗ്രാഫ് ഇക്വേഷനൊക്കെ വന്നിട്ടുണ്ട്.
നോക്കുക, ഇതൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ഇവിടെ ഒരു ലോക്കൽ മാക്സിമം ഉണ്ട്, ഈ പോയിന്റിൽ ഒരു ലോക്കൽ മാക്സിമം. അപ്പോൾ ഏത് പോയിന്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹയസ്റ്റ് പോയിന്റിന് നേരെയുള്ള എക്സ് ആക്സിലെ വാല്യൂ, അതായത് എക്സ് 0 ആണ്. അപ്പോൾ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 0. ഇനി ആ ലോക്കൽ മാക്സിമം വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ വൈ വാല്യൂ എടുക്കണം, അതായത് 3. ലോക്കൽ മാക്സിമം വാല്യൂ ഈസ് 3. ഇനി ലോക്കൽ മിനിമം ഉള്ളതോ? ലോക്കൽ മിനിമം ഉള്ളത് ഇവിടെ നോക്കുക, ഇവിടെ ഒരു ലോക്കൽ മിനിമം ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഈ ഭാഗത്തെ ഏറ്റവും താഴ്ന്ന പോയിൻ്റാണിത്. ആ ലോക്കൽ മിനിമം ഏത് പോയിന്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 2 നേരെയാണ് ലോക്കൽ മിനിമം വരുന്നത്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ആസ് എ ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയും. ആ ലോക്കൽ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിന് നേരെ, ഈ താഴ്ന്ന പോയിന്റിന് നേരെയുള്ള വൈ ആക്സിലെ വാല്യൂ ആണ്, അതായത് -5. അപ്പോൾ ഇവിടെ ആൻസർ എത്രയേ ഉള്ളൂ? എഫ് ഓഫ് എക്സ് ആസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എ ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 2. ലോക്കൽ മാക്സിമം വാല്യൂ ഈസ് 3 ആൻഡ് ലോക്കൽ മിനിമം വാല്യൂ ഈസ് -5. നോക്കുക, എഫ് ഓഫ് എക്സ് ആസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എ ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 2. ലോക്കൽ മാക്സിമം വാല്യൂ ഈസ് 3 ആൻഡ് ലോക്കൽ മിനിമം വാല്യൂ ഈസ് -5. ഇത്ര എഴുതിയാൽ മതിയാവും. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x³ - 9x² + 7. നമുക്കിത് ടൈപ്പ് ചെയ്യാം. 3x³ 3x³ x³ - 9x² + 7. ദെൻ ഇതാണ് ഗ്രാഫ്. ഇവിടെ ലോക്കൽ മാക്സിമം നോക്കുക, ഇവിടെ ഒരു ഉയർന്ന പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ലൊക്കാലിറ്റിയിലെ ഒരു ഉയർന്ന പോയിന്റാണിത്. അതുകൊണ്ട് ഇതൊരു ലോക്കൽ മാക്സിമം ആണ്. അപ്പോൾ ലോക്കൽ മാക്സിമം എവിടെയാണെന്ന് ചോദിച്ചാൽ എക്സ് ആക്സിലെ വാല്യൂ പറയുക 0. അപ്പോൾ എഫ് ഓഫ് എക്സ് ആസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 0. ഇനി നോക്കുക, ഇവിടെ ഒരു മിനിമം വാല്യൂ ഉണ്ട്. ഇവിടെ ഏറ്റവും താഴ്ന്നൊരു പോയിന്റാണിത്. ഇവിടെ ഒരു മിനിമം വാല്യൂ ഉണ്ട്. ലോക്കൽ മിനിമം അപ്പോൾ ഇതിന് നേരെയുള്ള എക്സ് ആക്സിലെ വാല്യൂ നോക്കുക 2. അപ്പോൾ എഫ് ഓഫ് എക്സ് ആസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എ ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 2. ലോക്കൽ മാക്സിമം വാല്യൂ ഈസ് 7 ആൻഡ് ലോക്കൽ മിനിമം വാല്യൂ ഈസ് -5. ഈ പോയിന്റിന് നേരെയുള്ള വൈ ആക്സിലെ വാല്യൂ, ലോക്കൽ മിനിമം വാല്യൂ ഈസ് -5. അപ്പോൾ ഇത് എഴുതിയാൽ മതിയാവും. ഇങ്ങനെ എഴുതുക, എഫ് ഓഫ് എക്സ് ആസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എ ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 2. ലോക്കൽ മാക്സിമം വാല്യൂ ഈസ് 7 ആൻഡ് ലോക്കൽ മിനിമം വാല്യൂ ഈസ് -5. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഗിവൺ ബിലോ. കൺസിഡർ ഓൺലി വൺ ഹാവിൻ ടിക്ക് മാർക്ക്. ഇവിടെ ഈ 3 ഫംഗ്ഷൻസ് എഴുതിയിട്ടുണ്ട്. അതിലൊരെണ്ണത്തിന് ടിക്ക് മാർക്ക് ഉണ്ടാവും. ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കണം. നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x³ + 9x² - 24x - 5. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനായിട്ട് ഇൻപുട്ട് ബാറിൽ ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്നുള്ളത് ഒഴിവാക്കി 2x³ തൊട്ടാണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ജിയോജിബ്ര വിൻഡോ എടുക്കുക. താഴെ ഇൻപുട്ട് ബാറിൽ 2x³ + 9x² - 24x - 5. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ദെൻ എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് വന്നു. അതിന് ഒരു ബ്ലൂ കളറാണുള്ളത്. അതിൻ്റെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഇനി നോക്കുക ബാക്കി എന്താണ്. ഡ്രോ ദി ഗ്രാഫ് ഓഫ് എഫ് ഡാഷ് എക്സ് ആൻഡ് പ്ലോട്ട് ഇറ്റ്സ് പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ വിത്ത് ദി എക്സ് ആക്സിസ്. എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് വരച്ച് അത് എക്സ് ആക്സിസുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. അപ്പോൾ എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇവിടെ എഫ് എഴുതി എഫ് ഡാഷ് എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. ഡാഷ് എന്നുള്ളത് പ്രൈം സിമ്പിൾ കൊടുക്കണം. അത് എൻ്റർ കീയുടെ ഇടതുവശത്തുള്ള സിമ്പിൾ, എൻ്റർ കീയുടെ ഇടതുവശത്ത് ഈ സിമ്പിൾ കൊടുക്കുക. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ എഫ് ഡാഷ് എക്സിൻ്റെ ഇക്വേഷൻ ഓൾജിബ്രയിലുണ്ട്. അതിൻ്റെ ഗ്രാഫിക്സ് വിൻഡോയിലും കാണാം. രണ്ടും വ്യത്യസ്ത കളറിലാണ് കിടക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത കളറുള്ളത് നമുക്ക് സൗകര്യപ്രദമാണ്. നമുക്ക് ഇനിയിപ്പോൾ എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫിനെയാണ് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഗ്രാഫ് രണ്ടും വ്യത്യസ്ത കളറിലുള്ളത് നമുക്ക് മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് സഹായകരമായിരിക്കും. ഇനി ബാക്കി നോക്കുക. പ്ലോട്ട് ഇറ്റ്സ് പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ വിത്ത് ദി എക്സ് ആക്സിസ്.
അപ്പോൾ എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ രണ്ട് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ പോയിൻ്റ് എന്നുള്ള ടൂൾ സെറ്റിൽ ഇൻ്റർസെക്റ്റ്, നാലാമത്തെ ടൂൾ ഇൻ്റർസെക്റ്റ് എന്നുള്ള ടൂൾ സെലക്ട് ചെയ്യുക. എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യുക, എക്സ് ആക്സിസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എ എന്നും ബി എന്നും ആ രണ്ട് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യും. അതിൻ്റെ കോർഡിനേറ്റ്സ് ഓൾജിബ്രയിലുണ്ട്. A-4 0, B1 0. ഇനി ഈ രണ്ട് പോയിൻറ്റ്സിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ബാക്കി നോക്കുക. ഫൈൻഡ് ദി പോയിൻറ്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് മിനിമ ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. അപ്പോൾ പോയിൻറ്റ്സ് ഓഫ് ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമവും കണ്ടുപിടിക്കണം. അപ്പോൾ ഓർക്കുക, ഈ ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമവും ഒക്കെ ഈ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിൻറ്റ്സിൽ, ഈ രണ്ട് ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ എക്സ് ആക്സിസിലെ വാല്യൂ -4ഉം ഇവിടെ 1ഉം ആണ്. അപ്പോൾ -4ലോ 1ലോ ആയിരിക്കും ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഉണ്ടാവുക. ഇനി -4ൽ നമുക്ക് ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ എന്ന് നോക്കാം. അപ്പോൾ അത് കാണാനായിട്ട് ഇതൊന്ന് സൂം ചെയ്ത് നോക്കും. ഇവിടെ നോക്കുക, ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ കടന്നു പോകുന്നുണ്ട്. അത് നമ്മുടെ ഗ്രിഡിൽ ഒരു ലൈൻ. ആ ലൈനും കൂടെ വെച്ചൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. നോക്കുക, -4ന് ഇടതുവശത്ത് ഈ എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിന് മുകളിലാണ്. വ്യക്തമാണല്ലോ. -4ന് ഇടതുവശത്ത് എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിന് മുകളിലാണ്. ഇനി -4ന് വലതുവശത്തോ എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിന് താഴെയാണ്. അപ്പോൾ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിന് മുകളിൽ നിന്ന് താഴേക്കാണ് പോകുന്നത്. ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിന് മുകളിൽ നിന്ന് താഴേക്ക് പോകുന്നു. അങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു ലോക്കൽ മാക്സിമം ആയിരിക്കും ഉണ്ടാവുക. ഒന്നുകൂടി പറയാം. -4ന് ഇടതുവശത്ത് എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിന് മുകളിലും -4ന് വലതുവശത്ത് ഈ ഗ്രാഫ് എക്സ് ആക്സിസിന് താഴെയുമാണ്. അപ്പോൾ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് മുകളിൽ നിന്ന് താഴേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ലോക്കൽ മാക്സിമം ഉണ്ടാവും. അപ്പോൾ എഫ് ഓഫ് എക്സ് ആസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു -4. ഇനി ഇവിടുത്തെ ബിയിലെ കാര്യം നോക്കാം. ഇവിടെ 1 ആണ് വാല്യൂ, എക്സ് ആക്സിസിലെ വാല്യൂ 1. അപ്പോൾ 1ന് ഇടതുവശത്ത് എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിന് താഴെയും 1ന് വലതുവശത്ത് എക്സ് ആക്സിസിന് മുകളിലുമാണ്. അപ്പോൾ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ഗ്രാഫ് താഴെ നിന്ന് മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലോക്കൽ മിനിമം ഉണ്ടാവും. അപ്പോൾ ഗ്രാഫ് മുകളിൽ നിന്ന് താഴേക്കാണെങ്കിൽ ലോക്കൽ മാക്സിമവും താഴെ നിന്ന് മുകളിലോട്ടാണെങ്കിൽ ലോക്കൽ മിനിമം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എഫ് ഓഫ് എക്സ് ആസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു -4 ആൻഡ് ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 1. ഇനി ലോക്കൽ മാക്സിമം വാല്യൂ കാണാനായിട്ട് എഫ് ഓഫ് -4 ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എഫ് ഓഫ് -4. നമുക്കിവിടെ വാല്യൂ കിട്ടും. ഓൾജിബ്രയിൽ ലോക്കൽ മാക്സിമം വാല്യൂ 107 ആണ്, 107. ഇനി ലോക്കൽ മിനിമം എക്സ് ഈക്വൽ ടു 1ലാണ്. അപ്പോൾ ലോക്കൽ മിനിമം വാല്യൂ കാണാൻ എഫ് ഓഫ് 1 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എഫ് ഓഫ് 1 ലോക്കൽ മിനിമം വാല്യൂ -18 ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആൻസർ എഴുതണം. എഫ് ഓഫ് എക്സ് ആസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു -4 ആൻഡ് ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 1. ലോക്കൽ മാക്സിമം വാല്യൂ ഈസ് 107 ആൻഡ് ലോക്കൽ മിനിമം വാല്യൂ ഈസ് -18. അപ്പോൾ നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. നോക്കുക, എഫ് ഓഫ് എക്സ് ആസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു -4 ആൻഡ് എ ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 1. ലോക്കൽ മാക്സിമം വാല്യൂ ഈസ് 107 ആൻഡ് ലോക്കൽ മിനിമം വാല്യൂ ഈസ് -18. അപ്പോൾ എത്ര എഴുതിയാൽ മതി. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ ഇതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x³ + 3x² - 36x + 10. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ജിയോജിബ്ര വിൻഡോയുടെ ഇൻപുട്ട് ബാറിൽ 2x³ + 3x² - 36x + 10. എൻ്റർ കീ പ്രസ് ചെയ്യുക. ദെൻ ഇവിടെ ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇതാണ് ഗ്രാഫ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഡ്രോ ദി ഗ്രാഫ് ഓഫ് എഫ് ഡാഷ് എക്സ് ആൻഡ് പ്ലോട്ട് ഇറ്റ്സ് പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ വിത്ത് ദി എക്സ് ആക്സിസ്. എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. അതിനായിട്ട് ഇൻപുട്ട് ബാറിൽ എഫ് എഴുതി പ്രൈം സിമ്പിൾ കൊടുക്കുക. എഫ് ഡാഷ്
എൻ്റർ കീയുടെ ഇടതുവശത്താണ് കീ ഉള്ളത്. ദെൻ എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് വന്നു. ഇപ്പോൾ രണ്ടും ഏകദേശം ഒരേ കളറിലാണ് വരുന്നത്. നമുക്ക് ആ കളറൊന്ന് മാറ്റി കൊടുക്കാം. എഫ് ഡാഷ് എക്സിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കാം. എഫ് ഡാഷ് എക്സിൻ്റെ ഇക്വേഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോവുക. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഇവിടെ ഞാനൊരു ബ്ലൂ കളർ എടുക്കുന്നു. ദെൻ ഇപ്പോൾ എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് ഈ ബ്ലൂ കളറിലാണ്. ഈ ഗ്രാഫ് എക്സൈസുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് എടുക്കണം. അപ്പോൾ ഇവിടെ ഇൻ്റർസെക്റ്റ് എന്നുള്ള ടൂൾ എടുക്കുക. എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ എക്സൈസിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എ എന്നും ബി എന്നും ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്. കോർഡിനേറ്റ്സ് എയുടെ -3 0, ബിയുടെ 2 0. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഫൈൻഡ് ദി പോയിൻറ്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് മിനിമ ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. പോയിൻറ്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് മിനിമ അത് കണ്ടുപിടിക്കണം. ഫൈൻഡ് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം വാല്യൂസ്. ആ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം വാല്യൂസും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ -3യും ഇവിടെ 2 ആണ്. അപ്പോൾ -3യിലും 2ലും ആയിരിക്കും ലോക്കൽ മാക്സിമം മിനിമം ഒക്കെ ഉണ്ടാവുക. അപ്പോൾ -3യിൽ എക്സ് ഈക്വൽ ടു -3യിൽ ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ എന്ന് നമുക്ക് നോക്കാം. -3യുടെ ഇടതുവശത്ത് ഗ്രാഫ് എക്സൈസിന് മുകളിലും -3യുടെ വലതുവശത്ത് എക്സൈസിന് താഴെയുമാണ്. അതായത് ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് മുകളിൽ നിന്ന് താഴേക്കാണ്. അപ്പോൾ അവിടെ ഒരു ലോക്കൽ മാക്സിമം ഉണ്ടാവും. ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് എക്സൈസിന് മുകളിൽ നിന്ന് താഴേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അവിടെ ഒരു ലോക്കൽ മാക്സിമമാണ്. അതായത് എഫ് ഓഫ് എക്സ് ആസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു -3. ഇനി ബിയിലെ കാര്യം നോക്കുക. ഈ ബിക്ക് ഇടതുവശത്ത്, അതായത് 2ന് എക്സ് ഈക്വൽ ടു 2ന് ഇടതുവശത്ത് എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് എക്സൈസിന് താഴെയാണ്. ഇനി 2ന് വലതുവശത്തോ എക്സൈസിന് മുകളിലുമാണ്. അപ്പോൾ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ഈ ഗ്രാഫ് താഴെ നിന്ന് മുകളിലേക്കാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ലോക്കൽ മിനിമം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എഫ് ഓഫ് എക്സ് ആസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു -3 ആൻഡ് ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 2. ഇനി ലോക്കൽ മാക്സിമം വാല്യൂ കാണാൻ എഫ് ഓഫ് -3 ഇൻപുട്ട് ബാറിൽ കൊടുക്കുക. എഫ് ഓഫ് -3. ദെൻ 91 ആണ്. അപ്പോൾ ലോക്കൽ മാക്സിമം വാല്യൂ. ലോക്കൽ മിനിമം കാണാനായിട്ട് എഫ് ഓഫ് 2 കൊടുക്കുക. -34. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാം. എഫ് ഓഫ് എക്സ് ആസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു -3 ആൻഡ് ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 2. ലോക്കൽ മാക്സിമം വാല്യൂ ഈസ് 91 ആൻഡ് ലോക്കൽ മിനിമം വാല്യൂ ഈസ് -34. നോക്കുക, എഫ് ഓഫ് എക്സ് ആസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു -3 ആൻഡ് എ ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 2. ലോക്കൽ മാക്സിമം വാല്യൂ ഈസ് 91 ആൻഡ് ലോക്കൽ മിനിമം വാല്യൂ ഈസ് -34. ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. മൂന്നാമത്തെ ഓപ്ഷനിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x³ - 6x² - 15x + 3 ആണ്. അപ്പോൾ നമുക്ക് ഇത് ടൈപ്പ് ചെയ്യാം. നിലവിലുള്ള ജിയോജിബ്ര വിൻഡോ ക്ലിയർ ചെയ്യാം. ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. x³ - 6x². x³ - 6x² - 15x +3. എൻ്റർ കീ പ്രസ് ചെയ്യുക. ദെൻ എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുക. എഫ് എഴുതി ഡാഷ് സിമ്പിൾ, പ്രൈം സിമ്പിൾ കൊടുക്കുക. എൻ്റർ കീയുടെ ഇടതുവശത്താണെന്ന് ഓർക്കുക. ദെൻ എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് വന്നു. ഇവിടെ രണ്ടും വ്യത്യസ്ത കളറിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ സൗകര്യപ്രദമാണത്. ഇനി എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് എക്സൈസുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് എടുക്കണം. ഇൻ്റർസെക്റ്റ് ടൂൾ എടുക്കുക. എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യുക. എക്സൈസ് ക്ലിക്ക് ചെയ്യുക. ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് ആയി. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് അതൊക്കെയാണ്. ഇവിടെ -1ഉം എക്സൈസിലെ വാല്യൂസ് ഇവിടെ 5ഉം ആണ്. അപ്പോൾ -1 എക്സ് ഈക്വൽ ടു -1ലും എക്സ് ഈക്വൽ ടു 5ലുമാണ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഒക്കെ സംഭവിക്കാനുള്ളത്. ഇനി എക്സ് ഈക്വൽ ടു -1ൽ ലോക്കൽ മാക്സിമം ആണോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, -1ന് ഇടതുവശത്ത് ഈ ഗ്രാഫ് എക്സൈസിന് മുകളിലാണ്. -1ന് വലതുവശത്തോ എക്സൈസിന് താഴെയാണ്. അതായത് ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ഗ്രാഫ് മുകളിൽ നിന്ന് താഴേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ ലോക്കൽ മാക്സിമം ആയിരിക്കും ഉണ്ടാവുക. ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ മുകളിൽ നിന്ന് താഴേക്കാണെങ്കിൽ ലോക്കൽ മാക്സിമം ഉണ്ടാവും. അപ്പോൾ എഫ് ഓഫ് എക്സ് ആസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു -1. ഇവിടെ 5ന് ഇടതുവശത്ത് ഗ്രാഫ് എക്സൈസിന് താഴെയാണ്. 5ന് വലതുവശത്ത് ഗ്രാഫ് എക്സൈസിന് മുകളിലാണ്. അപ്പോൾ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ഗ്രാഫ്
താഴെ നിന്ന് മുകളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ലോക്കൽ മിനിമം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എഫ് ഓഫ് എക്സ് ആസ് എ ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 5. അപ്പോൾ ഇനി മാക്സിമം വാല്യൂ കാണാനായിട്ട് എക്സ് ഈക്വൽ ടു -1ലാണ് മാക്സിമം ഉണ്ടാവുക. അപ്പോൾ മാക്സിമം വാല്യൂ കാണാനായിട്ട് എഫ് ഓഫ് -1 ടൈപ്പ് ചെയ്യുക. എഫ് ഓഫ് -1 അതായത് മാക്സിമം വാല്യൂ 11 ആണ്. ഇനി മിനിമം വാല്യൂ കിട്ടാനായിട്ട് എഫ് ഓഫ് 5 ടൈപ്പ് ചെയ്യുക. -97. അപ്പോൾ ആൻസർ എത്രയും ഉള്ളൂ? എഫ് ഓഫ് എക്സ് ആസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു -1 ആൻഡ് ലോക്കൽ മിനിമം അറ്റ് 5 എക്സ് ഈക്വൽ ടു 5. ലോക്കൽ മാക്സിമം വാല്യൂ ഈസ് 11 ആൻഡ് ലോക്കൽ മിനിമം വാല്യൂ ഈസ് -97. നമുക്കതിങ്ങനെ എഴുതാം. എഫ് ഓഫ് എക്സ് ആസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു -1 ആൻഡ് എ ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 5. ലോക്കൽ മാക്സിമം വാല്യൂ ഈസ് 11 ആൻഡ് ലോക്കൽ മിനിമം വാല്യൂ ഈസ് -97. ഇതോടുകൂടി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം വാല്യൂസ് ഇൻ ദി ഗിവൺ ഇൻ്റർവൽ. അപ്പോൾ നമുക്കിവിടെ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കാണാനാണ്. ഇവിടെയും ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x³ - 3x² - 72x + 5 ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ -2 to 2. അപ്പോൾ -2 to 2 എന്ന ക്ലോസ്ഡ് ഇൻ്റർവെല്ലിലെ ഈ ഫംഗ്ഷൻ്റെ ഏറ്റവും കൂടിയ വാല്യൂ ഏറ്റവും കുറഞ്ഞ വാല്യൂ ആണ് നമുക്ക് എടുക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യം ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x³ - 3x² - 72x + 5. നിലവിലുള്ള വിൻഡോ ഒന്ന് ക്ലിയർ ചെയ്യാം. 2x³ minus 3x² minus 72x plus 5. ഗ്രാഫ് വരച്ചു. ഇനി അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ഒക്കെ കാണണമെങ്കിൽ നമുക്ക് വീണ്ടും f' ഒക്കെ ചെയ്യണം. അപ്പോൾ ആദ്യം അടുത്ത f' ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. f' എടുത്തു. f''ൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് എടുക്കുക. ഇൻ്റർസെക്റ്റ് ടൂൾ എടുത്തു. അപ്പോൾ f''ൻ്റെ ഗ്രാഫ് ഇതാണ്. ഈ ഗ്രാഫും എക്സ് ആക്സിസുമായിട്ടുള്ള ഇൻ്റർസെക്റ്റ് എടുക്കുക. അപ്പോൾ എ എന്നും ബി എന്നും ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് കിട്ടി. അപ്പോൾ -3ഉം 4ഉമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ്. അപ്പോൾ -3ലും 4ലും ഒക്കെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഒക്കെ വരാം. പക്ഷെ നമുക്ക് നൽകിയിരിക്കുന്ന ഇൻ്റർവെല്ലിൽ നോക്കുക, -2 2 എന്നുള്ള ഇൻ്റർവെല്ലാണ്. അപ്പോൾ -2നും 2നും ഇടയ്ക്കുള്ള വാല്യൂസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. -2നും 2നും. അപ്പോൾ ഇവിടെ -2നും 2നും ഇടയ്ക്ക് എയും ബിയും ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് -2നും 2നും ഇടയ്ക്കുള്ള ഹയസ്റ്റ് വാല്യൂ കാണാനായിട്ട് എഫ് ഓഫ് -2ഉം എഫ് ഓഫ് 2ഉം മാത്രം ചെക്ക് ചെയ്യുക. എഫ് ഓഫ് -2ഉം എഫ് ഓഫ് 2ഉം. അപ്പോൾ എഫ് ഓഫ് -2 കാണാനായിട്ട് ഇവിടെ ഇൻപുട്ട് ബാറിൽ എഫ് ഓഫ് -2ഉം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. 121 കിട്ടി. അതുപോലെ എഫ് ഓഫ് 2ഉം കൂടെ എടുക്കുക. -135. അപ്പോൾ ഇതിലെ ഹയസ്റ്റ് വാല്യൂ ആണ് അബ്സല്യൂട്ട് മാക്സിമം, സ്മോളസ്റ്റ് വാല്യൂ അബ്സല്യൂട്ട് മിനിമം. അപ്പോൾ അബ്സല്യൂട്ട് മാക്സിമം 121 ആണ്, അബ്സല്യൂട്ട് മിനിമം -135. അപ്പോൾ അബ്സല്യൂട്ട് മാക്സിമം 121, അബ്സല്യൂട്ട് മിനിമം -135. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മളോട് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമമേ ചോദിച്ചിട്ടുള്ളൂ. അബ്സല്യൂട്ട് മാക്സിമം 121ഉം അബ്സല്യൂട്ട് മിനിമം -135ഉം. നമുക്കിവിടെ തന്നിരുന്ന ഇൻ്റർവെൽ -2ഉം 2ഉം ആണ്. അതിനിടയ്ക്ക് ഈ എയും ബിയും ഒന്നും വന്നിട്ടില്ല, ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ -2ഉം 2ഉം മാത്രം എടുത്തത്. അല്ലെങ്കിൽ ഇതിനിടയ്ക്കായിരുന്നു ഈ പോയിൻ്റ് എങ്കിൽ, ഈ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ഏതെങ്കിലും വന്നതെങ്കിൽ ആ പോയിൻറ്റും കൂടെ കൺസിഡർ ചെയ്യേണ്ടി വന്നേനെ. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x³ - 3x² - 9x + 11 ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ -1 3. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാം.
ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്യുന്നു എക്സ് ക്യൂബ് മൈനസ് 3x² മൈനസ് 9x പ്ലസ് 11. ദെൻ എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നു. എഫ് ഡാഷ് കളറൊന്ന് മാറ്റി കൊടുക്കാം നമുക്ക് സൗകര്യത്തിനായിട്ട്. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോവുക, ഒരു ബ്ലൂ കളർ ഇട്ട് കൊടുക്കുക. എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ്. ഇനി എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് എക്സൈസുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് എടുക്കുക. എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് സെലക്ട് ചെയ്യുന്നു, എക്സൈസ് സെലക്ട് ചെയ്യുക, ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് കിട്ടി. ഇനി നമ്മൾ നമ്മുടെ ഇൻ്റർവെല്ലൊന്ന് ചെക്ക് ചെയ്യുക. ഇൻ്റർവെല്ല് നോക്കുക, -1 3 ആണ്. -1 3. അപ്പോൾ ഇവിടെ കിട്ടിയ പോയിൻറ്റ്സും നോക്കുക -1ഉം 3യുമാണ്. അപ്പോൾ -1 മുതൽ 3 വരെയുള്ള ഭാഗത്തെ ഫംഗ്ഷൻ്റെ ഏറ്റവും കൂടിയ വാല്യൂസാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എടുക്കേണ്ടത് നമ്മൾക്ക് തന്ന ഇൻ്റർവെല്ലിൻ്റെ എൻഡ് പോയിൻറ്റ്സും നമുക്ക് ഈ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് കിട്ടിയതും സെയിം ആണ്. അതുകൊണ്ട് -1ഉം 3യും ആ രണ്ട് പോയിൻറ്റിലെയും ഫംഗ്ഷൻ്റെ വാല്യൂ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എഫ് ഓഫ് -1ഉം എഫ് ഓഫ് 3യും മാത്രം എടുത്താൽ മതി. ഇവിടെ എഫ് ഓഫ് -1 എഫ് ഓഫ് 3. നോക്കുക, 16ഉം -16ഉമാണ് നമുക്ക് കിട്ടിയ വാല്യൂ. അപ്പോൾ ഇത് കൂടിയത് 16 ആണല്ലോ. അപ്പോൾ അബ്സല്യൂട്ട് മാക്സിമം 16ഉം അബ്സല്യൂട്ട് മിനിമം -16ഉമാണ്. അപ്പോൾ നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. നോക്കുക, അബ്സല്യൂട്ട് മാക്സിമം 16 ആൻഡ് അബ്സല്യൂട്ട് മിനിമം -16. ഇനി നമുക്കിതിലെ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ ഫംഗ്ഷൻ നോക്കുക. 2x³ + 3x² - 36x + 10 ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ -2 2. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ വരയ്ക്കാം, ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യുന്നു, ടൈപ്പ് ചെയ്യുന്നു 2x³ + 3x² - 36x + 10. എൻ്റർ കീ പ്രസ് ചെയ്യുക. ദെൻ എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നു. എഫ് ഡാഷ് എക്സ് എക്സൈസുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് എടുക്കുക. ഇൻ്റർസെക്റ്റ് ടൂൾ സെലക്ട് ചെയ്ത് എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് ക്ലിക്ക് ചെയ്യുന്നു, എക്സൈസ് ക്ലിക്ക് ചെയ്യുക. ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് കിട്ടി. അപ്പോൾ -3ഉം 2ലുമാണ് ഇൻ്റർസെക്ഷൻ. -3ഉം 2. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇൻ്റർവെല്ലാണ്. -2 2 ആണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ. -2 2. അപ്പോൾ -2 മുതൽ 2 വരെയുള്ള ഭാഗത്തെ വാല്യൂസ് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ -3 അതിനകത്ത് പുറത്താണ്, അത് നോക്കേണ്ടതില്ല. -2 മുതൽ 2 വരെയുള്ള ഭാഗത്തെ ഹയസ്റ്റ് വാല്യൂ ആണ് നമുക്ക് അബ്സല്യൂട്ട് മാക്സിമം ആയിട്ട് കിട്ടേണ്ടത്. അപ്പോൾ എഫ് ഓഫ് -2ഉം എഫ് ഓഫ് 2ഉം മാത്രം ചെക്ക് ചെയ്യുക. എഫ് ഓഫ് -2ഉം എഫ് ഓഫ് 2ഉം. എഫ് ഓഫ് -2. എൻ്റർ കീ പ്രസ് ചെയ്യുക. 78. ഇനി എഫ് ഓഫ് 2ഉം കൂടെ നമുക്ക് ചെക്ക് ചെയ്യണം. എഫ് ഓഫ് 2 -34. അപ്പോൾ ഇതിലെ ഹയസ്റ്റ് വാല്യൂ 78 ആണ്. അബ്സല്യൂട്ട് മാക്സിമം 78ഉം അബ്സല്യൂട്ട് മിനിമം -34ഉമാണ്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. അബ്സല്യൂട്ട് മാക്സിമം 78 ആൻഡ് അബ്സല്യൂട്ട് മിനിമം -34.